ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM ബ്ലോഗ്. എന്താണ് മറ്റേ ചൂലും ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്നല്ലേ? പാലുകാച്ചിൻ്റെ തലേന്ന് രാത്രിയാണ് നമ്മുടെ വീട് ക്ലീൻ ചെയ്തത്. ഞാൻ ആ തെങ്ങിൻ്റെ മറവിലുണ്ടായിരുന്നു. ഓക്കെ. ഈ 19-ാം തീയതി ഏപ്രിൽ 19-ാം തീയതി ഞായറാഴ്ച ആയിരുന്നു നമ്മുടെ പാലുകാച്ച്. വെളുപ്പിന് 4 മണിക്കായിരുന്നു ഗണപതി ഹോമം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 4:45 ഒക്കെ ആയി, 5 മണിയുടെ അടുത്തായി. ഒരു 6:30-7 മണിയായപ്പോൾ കഴിയുകയും ചെയ്തു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട്ടിൽ അതായത് ഇങ്ങനെ പാലുകാച്ചൻ്റെ ഗണപതി ഹോമമൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അമ്പലത്തിൽ ഗണപതി ഹോമം കാണുന്നൊന്നും അല്ലാതെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. മുറ്റത്ത് നമ്മുടെ സുടാ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. വായിൽ ഇപ്പോഴും വെള്ളം വരും. നല്ല നെയ്യിലൊക്കെ നല്ല മുരിഞ്ഞ ഉണ്ണിയപ്പമായിരുന്നു. അത്ര സോഫ്റ്റ് അല്ലായിരുന്നു, പക്ഷേ യമ്മി ആയിരുന്നേ. അതാണെങ്കിൽ അങ്ങോട്ട് വയറ് നിറച്ച് തിന്നാൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആകെ മൂന്നാലഞ്ചെണ്ണം കിട്ടി. എന്നാലും 3-4 കിട്ടിയുള്ളൂ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞു. നമ്മൾ ഒരു 9 to 9:50 9:15 to 9:50 അങ്ങനെ എന്തോ ആയിരുന്നു മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേസ്ത്രി വന്ന് വിളക്ക് കത്തിച്ചു. ഈ സമയത്തൊക്കെ ഞാൻ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. എനിക്ക് ഈ വീട്ടിലേക്ക് കയറാൻ നേരത്തെ എന്നെ അവിടെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് റെഡി ആകാൻ പോലും സമയം കിട്ടില്ല. അത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യമേ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം ഈ ഒരു വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പകുതി മുക്കാലോളം ഭാഗം വീഡിയോ എടുത്തത് ചേച്ചിയുടെ മോനാണ്. അപ്പം അവൻ്റെ മോൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ്റെ ഹൈറ്റിന് പറ്റുന്ന പോലെ പാവം എടുത്തു തരുന്ന ഒരു വീഡിയോ ആണിത്. അതാണ് ആൾക്കാരുടെ ഫേസ് ഒന്നും അങ്ങനെ ക്ലിയർ ആവാത്തതല്ല, ആളുടെ ഹൈറ്റിന് കിട്ടുന്ന ഒരു ഏരിയ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി ഡോറ് തുറന്നു. അമ്മ ആദ്യമേ കയറി, അത് കഴിഞ്ഞ് ഒരു വല്യമ്മ കയറി, അത് കഴിഞ്ഞ് പോകുന്നു നമ്മുടെ പാലും മറ്റേ കുടവും എടുത്തിട്ട് പോകുന്നതാണ് നമ്മുടെ കോൺട്രാക്ടർ. പുറകെ ഞാനും ഉണ്ട്. ഇപ്പം മനസ്സിലായില്ലേ, ഞാനേ അവിടെ ഇവർ ഈ വിളക്കൊക്കെ കത്തിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനവിടെ സാരി ഉടുക്കുകയോ മുടി കെട്ടുകയോ ഏതാണ്ടൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കാണുമ്പോൾ അവിടെ പോയി അത് ചെയ്യും, ഇവിടെ പോയി ഇത് ചെയ്യുന്നതുകൊണ്ട് 100 പണി വരും. എന്തെങ്കിലും സമയത്ത് റെഡിയാവാൻ പറ്റിയില്ല. പോട്ടെ, എന്തായാലും കഴിഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി, ഓരോ സാധനങ്ങളായിട്ട്. ഞാൻ കയറിയതെന്ന് പറയുമ്പോൾ മറ്റേ മുറത്തിൽ നമ്മൾ അരിയും പൾസസും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറില്ലേ, അങ്ങനെയാണ്. അതും എടുത്തിട്ടാണ് ഇത് കണ്ടത്, എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, അവൻ്റെ ഹൈറ്റിനാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പം അതെടുത്തിട്ടാണ് ഞാൻ കയറിയത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺട്രാക്ടർ. പാലും കലവുമായിട്ട് കയറി എന്ന് പറഞ്ഞില്ലേ, ആളാണ് നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ടർ. ഓക്കെ, എനിക്കറിയത്തില്ല, ചിലപ്പോൾ ആ നാട്ടിലെന്ന് പറയുമ്പോൾ കൊല്ലം ആ ഒരു സൈഡിൽ അല്ലെങ്കിൽ മണ്ഡലത്തൊക്കെ അങ്ങനെ ആയിരിക്കാം. എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ അങ്ങോട്ടേക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40-50 ഹൗസ് വാമിന് വരുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെയൊക്കെ ഹൗസ് വാമിങ് എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിലെ കഴിഞ്ഞത്. അതും ഞാൻ ക്രിസ്ത്യനാണ്. അതും ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഇല്ലായിരുന്നു, അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് കുറച്ചൊന്ന് വിയേർഡായിട്ട് അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ കലം വെക്കുന്നു. നമ്മൾ ആദ്യമേ അമ്മ പാൽ വെച്ചു, അത് കഴിഞ്ഞ് ഞാൻ പാൽ വെച്ചു, പിന്നെ ഉണ്ണി പാൽ വെച്ചു. അങ്ങനെ ഓരോരുത്തർ കുടുംബത്തിൽ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എല്ലാവരും അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരുത്തരായിട്ട് വന്ന്. ഓക്കെ, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, വെളുപ്പിന് ആ പൂജയുടെ സമയത്ത് നമ്മുടെ മെയിൻ ഡോറ് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണിയൊക്കെ ഭയങ്കര ശോഭമാണ്. അതായത് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് കിട്ടിയത് എന്നൊക്കെ. ഇതാണ് നമ്മുടെ അമ്മാമ്മേനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മാമ്മ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയുന്നത് പണ്ട് ഭയങ്കര സാധനമായിരുന്നു, ഭയങ്കര ടെററായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ കാണുന്ന കാര്യങ്ങൾക്ക് അമ്മമ്മ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ലവ്ലിയാണ്. ഒരു രക്ഷയില്ല. അമ്മയോട് സംസാരിച്ചിരിക്കുക അടിപൊളിയാണ്. ഒരു വീഡിയോ ഉണ്ട്, ഞാനത് എടുത്തിടാം കേട്ടോ, ഷോർട്സ് ആക്കിയിടാം. അപ്പം മനസ്സിലാവും അമ്മമ്മ എത്രത്തോളം. അമ്മമ്മ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്, അങ്ങനെ വേണം പറയാൻ. ആളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സമയം പോകും, നമുക്ക് കുറേ ചിരിക്കാനുണ്ടാവും, അങ്ങനത്തെ ഒരു ഇതാണ്.
ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഡോർ. ഓക്കെ, വെളുപ്പിനെ പൂജയുടെ സമയത്ത് നമ്മുടെ വീടിന് മെയിൻ ഡോർ പോലും ഉണ്ടായിരുന്നില്ല. അത് തലേ ദിവസമാണ് പോളിഷ് ചെയ്തിട്ട് റൂമിൽ അടച്ചു വെച്ചേക്കും. എന്തിനാ? പൊടി തട്ടാതിരിക്കാൻ, ഉണങ്ങാൻ വേണ്ടി. എന്നിട്ട് ഈ പാല് കാച്ചലിന് കുറച്ച് മുന്നെയാണ് പണിക്കാർ വന്ന് ഡോർ ഫിക്സ് ചെയ്ത് തരുന്നത്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തലേ ദിവസം വൈകുന്നേരം രാത്രിയാണ് നമുക്ക് പാല് കാച്ചാനുള്ള പരുവത്തിലെങ്കിലും അത് കിട്ടിയത്. ഓക്കെ, അത് മേ ബി പെട്ടെന്ന് ഡേറ്റ് എടുത്തത് കൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. എനിവേസ്, ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്, നമ്മൾ ഏപ്രിൽ 19-നായിരുന്നു ഹൗസ് വാമിങ്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് മെയ് 1-നാണ്. ഇന്നും വീടിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇപ്പോൾ ആ പാല് വെച്ചാണ് നമ്മുടെ അച്ചാച്ചൻ, ഇത് ഒരു മാമി, പിന്നെ കുറേ പേര് വന്ന് ഒഴിച്ചായിരുന്നു കേട്ടോ. വലിയമ്മമാരുടെ മക്കൾ സുബി ചേച്ചി, ചിത്ര ചേച്ചി. ഞാൻ ഇത് ഇപ്പോൾ ഒഴിച്ചത് കോൺട്രാക്ടർ. ആൻഡ് ഇത് സുബി ചേച്ചിയാണ്, അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോൾ. ആൾക്കൊരു ബ്രദറും കൂടി ഉണ്ട്, ആൾ അബ്രോഡാണ്, പുറത്താണ്, സോ വന്നില്ല. പക്ഷേ വീട് പണിയുടെ സമയത്ത് കട്ടില വെപ്പിൻ്റെ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ഞങ്ങളുണ്ടായിരുന്നില്ല. ആൻഡ് ഇതേ നമ്മുടെ അമ്മമ്മ പിന്നെയും വന്നു. അപ്പം അമ്മമ്മയ്ക്ക് മുന്നേ ഒഴിച്ചാണ് ചിത്ര ചേച്ചി. ഞാൻ വീഡിയോ എടുക്കുക, അപ്പുറത്തെ വീട് ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ വീടാന്ന് പറയില്ല, ആ വല്യമ്മയുടെ മോള്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. നമ്മൾ പാലൊക്കെ കാച്ചി അമ്മ വന്ന് ഇളക്കി. ഈ വീഴുന്നത് മറ്റേ ഹിമാലയത്തിൽ വീട് വെച്ച് മഞ്ഞ് വീഴുന്നതല്ല, ജസ്റ്റ് ഇത് മറ്റേ ചാരമാണ്. എല്ലാവരും വേർത്ത് കുളിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ അമ്മയുടെ പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.